ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കൊരു പ്രാർത്ഥനയോടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. സത്യവിശ്വാസത്തിൻ്റെ പൂർണ്ണമായ പാഠങ്ങൾ പകർന്നു നൽകിയ ഈശോയെ, സത്യവെളിച്ചത്തിൻ്റെ കണിക ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ലോകത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും സഭാധികാരികൾ, മാർപ്പാപ്പ മുതൽ മെത്രാന്മാരും ഇടവകയിലെ വൈദികരും പോലും ആധികാരികമായി അഭിപ്രായങ്ങൾ പറയാറുണ്ട്. മാർപ്പാപ്പ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങൾ സ്വീകരിക്കേണ്ട സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പമാർ ഒരു കുടുംബത്തിൽ ജനിക്കേണ്ട കുഞ്ഞുങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ട്. കർഷകർ അഭിമുഖീകരിക്കുന്ന വന്യമൃഗശല്യത്തെക്കുറിച്ചും അവർ അഭിപ്രായം പറയാറുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങളിലും അഭിപ്രായം പ്രകടിപ്പിക്കും. നോക്കൂ, ക്രിസ്തീയ വിശ്വാസം എങ്ങനെയാണ് മനുഷ്യജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഉള്ള കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത് എന്ന കാഴ്ചപ്പാടടങ്ങിയതാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് എ ടോട്ടൽ ഫിലോസഫി. ഒരു മുഴുവൻ മനുഷ്യ വീക്ഷണം ഈ ക്രിസ്തുമതത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിലുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലയെക്കുറിച്ചും ക്രിസ്തീയ വിശ്വാസത്തിന് കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാ മേഖലയിലും അഭിപ്രായം പറയാൻ കഴിയുക. അത് വെറുതെ പറയുകയല്ല, ആധികാരിക സഭാ പഠനങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് മാർപ്പാപ്പന്മാരും മെത്രാന്മാരും ഒക്കെ ഇങ്ങനെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എങ്ങനെയാണ് ഈ കഴിഞ്ഞ 2000 വർഷക്കാലം കൊണ്ട് സഭയ്ക്ക് ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ വികസിച്ചു വന്നതെന്ന്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും മേഖലയിൽ മനുഷ്യജീവിതത്തെ സംബന്ധിച്ച് സഭയ്ക്ക് അഭിപ്രായ പ്രകടനം നടത്താൻ ഇല്ലാതെ വന്നാൽ തീർച്ചയായിട്ടും അതൊരു കുറവാണ്. അങ്ങനെ വരുന്നില്ല. അതെന്തുകൊണ്ട്, എങ്ങനെ വികസിച്ചു എന്ന് നാം ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രധാനമായി കാണുന്ന ഒരു കാര്യമാണ് സത്യവിശ്വാസ സംരക്ഷകരും അവരുടെ പങ്കും. നമ്മുടെ 5-ാം പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് സത്യവിശ്വാസ സംരക്ഷകരെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. സഭയുടെ ആദ്യ കാലത്ത് തന്നെ വിവിധ വിശ്വാസ സത്യങ്ങളെ സംബന്ധിച്ച്, വിശ്വാസ സത്യങ്ങൾ സഭാ നേതൃത്വം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 2 തരത്തിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും മാറാത്ത സ്ഥിരമായുള്ള കാര്യങ്ങൾ ദൈവത്തെ സംബന്ധിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ച്. അവ സത്യവിശ്വാസത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക വർത്തമാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാലത്തിനൊത്തും ദേശത്തിനൊത്തും മാറി മാറിയുള്ള പഠനങ്ങളും നൽകേണ്ട മേഖലയാണ്. അങ്ങനെ 2 മേഖല. ആദ്യകാലത്ത് സഭ ഒത്തിരിയേറെ മേഖലകളിൽ വളരെ വെല്ലുവിളികൾ അഭിമുഖീകരിച്ചു. ഈ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് സഭ തൻ്റെ ഉള്ളിലേക്ക് നോക്കി, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കി, സഭയുടെ കാഴ്ചപ്പാടുകൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും വികസിപ്പിച്ചു. അത് പ്രധാനമായും സംഭവിച്ചത് സത്യവിശ്വാസ സംരക്ഷകർ എന്ന് നാം പരാമർശിക്കുന്ന വലിയ പിതാക്കന്മാരിലൂടെയാണ്. അവരെക്കുറിച്ചാണ് നാം ഈ പാഠം പഠിക്കുന്നത്. ഇത് സഭയുടെ വിശ്വാസ സത്യങ്ങളുടെ ക്രോഡീകരണത്തെക്കുറിച്ച് കൂടിയുള്ള പഠനമായിട്ട് മാറുന്നത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒരിക്കലും മാറ്റം വരാത്ത സ്ഥിരതയുള്ള കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവയാണ് സത്യവിശ്വാസം എന്നൊറ്റ വാക്കിൽ പരാമർശിക്കാവുന്ന. അതിൻ്റെ രത്നച്ചുരുക്കമാണ് വിശ്വാസ പ്രമാണത്തിൽ നാം കാണുന്നത്. ഈ സത്യവിശ്വാസത്തിൻ്റെ സ്രോതസ്സ് ഒറ്റയൊന്നേ ഉള്ളൂ. അത് ശ്ലൈഹിക സഭയാണ്. ശ്ലീഹന്മാരാൽ സ്ഥാപിതമായ ശ്ലൈഹിക കൈവയ്പ് വഴിയുള്ള ശ്ലൈഹിക തുടർച്ചയുള്ള സഭ. നോക്കൂ, പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ
നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അതായത് ശ്ലൈഹിക സഭയിൽ മാത്രമാണ് സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസ സത്യത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പൂർണ്ണ അവകാശവും അധികാരവും ഉത്തരവാദിത്വവും അടങ്ങിയിരിക്കുന്നത് എന്ന് ചുരുക്കം. പക്ഷേ ഈ തത്വത്തെ മറികടക്കുന്നതിന് പല കാലങ്ങളിൽ പല പരിശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ ചിലത് ശീശ്മ എന്ന് അറിയപ്പെടുന്നു. എന്താണ് ശീശ്മ? സഭയുമായി ഐക്യമില്ലാതെ വിഘടിച്ച് നിൽക്കുന്നതിനെയാണ് ശീശ്മ എന്ന് വിളിക്കുക. നിങ്ങളിൽ പലർക്കും ഇംഗ്ലീഷ് പദമായിരിക്കും കൂടുതൽ പരിചയം. സ്കിസം, വിഘടിച്ച് നിൽക്കൽ. ഈ വിഘടിച്ച് നിൽക്കലിന് കാരണമാകുന്നത് പലപ്പോഴും തെറ്റായ പഠനങ്ങളായിരിക്കും, തെറ്റായ വ്യാഖ്യാനങ്ങളായിരിക്കും. ഈ തെറ്റായ പഠനങ്ങളെയും വ്യാഖ്യാനങ്ങളെയുമാണ് പാഷണ്ഡത എന്ന് വിളിക്കുക. അപ്പോൾ പാഷണ്ഡതയെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം: സഭയുടെ സത്യവിശ്വാസ പ്രബോധനങ്ങൾ നിരാകരിച്ച് അതിന് വിരുദ്ധമായി പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. സത്യവിശ്വാസ പ്രബോധനത്തെ നിരാകരിക്കലാണ് ഒന്ന്, രണ്ടാമത്തേത് അതിന് വിരുദ്ധമായി പഠിപ്പിക്കൽ. ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കുമ്പോൾ പാഷണ്ഡതയുടെ ഉടനെയുള്ള ഫലം എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് ശീശ്മയായിരിക്കും. കാരണം തെറ്റായ പഠനങ്ങളെ പിന്തുടരുന്ന ഒരു വിഭാഗം ഉണ്ടായാൽ, നിർബന്ധമില്ല, ഉണ്ടായാൽ അത് ശീശ്മയിൽ കലാശിക്കും. ഇതാണ് പാഷണ്ഡതയും ശീശ്മയും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും. സഭയുടെ ആദ്യകാലത്ത് ധാരാളം പാഷണ്ഡതകൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. ഈ പാഷണ്ഡതകൾ പ്രധാനമായും 3 വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. 1 പരിശുദ്ധ ത്രിത്വം, 2 പുത്രനായ ദൈവം, 3 പരിശുദ്ധാത്മാവായ ദൈവം. ഈ 3 വിഷയങ്ങളെ സംബന്ധിച്ചും പാഷണ്ഡതകൾ വിവിധ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പാഷണ്ഡതകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പാഷണ്ഡതകൾ ഒട്ടനവധിയുണ്ട്, എല്ലാം എടുത്തു പറയേണ്ടതില്ല. പ്രധാനപ്പെട്ട ചിലതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പാഷണ്ഡതയായിരുന്നു മൊണാർക്കിനിസം. സബെല്ലിയൂസ് എന്ന വ്യക്തിയാണ് ഈ പാഷണ്ഡതയുടെ ആഖ്യാതാവ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പഠനം ഇതായിരുന്നു: ദൈവം ഒറ്റയൊന്നേ ഉള്ളൂ, അതുകൊണ്ട് ദൈവത്തിൽ 3 ആളുകളില്ല, 3 വ്യക്തിത്വങ്ങളില്ല. ഇത് സഭയുടെ ത്രിത്വത്തെ സംബന്ധിച്ച ഔദ്യോഗിക പഠനത്തിന് നിരക്കാത്തതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടത് പാഷണ്ഡതയായിരുന്നു. ഇതിനെ തിരുത്തുന്നത് നിഖ്യാ സൂനഹദോസാണ്. രണ്ടാമത്തെ മറ്റൊരു പാഷണ്ഡത ആര്യനിസം. ആരിയൂസ് എന്ന പുരോഹിതനാണ് ഇതിൻ്റെ ആവിഷ്കർത്താവ്. അദ്ദേഹം പറയുന്നത് പുത്രൻ വചനമാണ്, വചനമായ ദൈവപുത്രൻ ദൈവമല്ല. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈശോയുടെ ദൈവത്വത്തെ നിഷേധിക്കുക എന്ന വലിയ തെറ്റാണ് ഈ പാഷണ്ഡതയിൽ ഉണ്ടായിരുന്നത്. അതും സഭയുടെ സൂനഹദോസ് തിരുത്തുകയുണ്ടായി. അപ്പോളിനാരിസം എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ പാഷണ്ഡത, അപ്പോളിനാരിസ് എന്ന ഒരു മെത്രാനായിരുന്നു ഇതിൻ്റെ ആവിഷ്കർത്താവ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: പുത്രൻ സ്വീകരിച്ചത് ആത്മാവില്ലാത്ത ശരീരമായിരുന്നു. കാരണം ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് പോകാത്തതാണ്. അവ ഒന്നിച്ചു പോകാത്തതുകൊണ്ട് ഒരേ സമയം മനുഷ്യനും ദൈവവുമാകുക അസാധ്യമാണ്. അതുകൊണ്ട് പുത്രനായ ദൈവം ആത്മാവില്ലാത്ത ഒരു മനുഷ്യ ശരീരമാണ് സ്വീകരിച്ചത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. നമുക്ക് വ്യക്തമായിട്ടറിയാം ഇതും പാഷണ്ഡതയാണ്, അംഗീകരിക്കാവുന്നതല്ല. നാലാമത്തെ പ്രധാനപ്പെട്ട പുരാതനകാല പാഷണ്ഡത നെസ്തോറിയനിസം. നെസ്തോറിയസ് എന്ന ഒരു സഭാപിതാവ് തന്നെയാണ് ഇത് ആവിഷ്കരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഈശോയിൽ ദൈവത്വവുമുണ്ട് മനുഷ്യത്വവുമുണ്ട്. അതുകൊണ്ട് ഈശോ ഒരൊറ്റ വ്യക്തിയല്ല, മറിച്ച് 2 വ്യക്തിത്വം ഉള്ള ആളാണ്. ഈശോയിൽ 2 വ്യക്തിത്വമുണ്ട് എന്ന് ഈ ഒരു പാഷണ്ഡതയെ നമുക്ക് ചുരുക്കി പ്രതിപാദിക്കാം. നിലനിൽക്കുന്നതല്ല, പാഷണ്ഡതയാണ്. അപ്പോൾ നാം പ്രതിപാദിച്ച ഈ 4 പാഷണ്ഡതകളും സഭയുടെ ആദിമകാലത്ത് തന്നെ സഭയുടെ സത്യവിശ്വാസത്തിൻ്റെ പഠനത്തിന് വിരുദ്ധമായി ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണ്. അവയെല്ലാം ആദ്യകാലത്തെ സൂനഹദോസുകൾ തന്നെ കൂടിച്ചേർന്ന് തിരുത്തി. നിക്കിയ സൂനഹദോസും കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസുമാണ് ഈ തിരുത്തലുകൾ പ്രധാനമായും നടത്തുന്നത്. ഇനി അടുത്തതായി
നമുക്ക് ആധുനിക കാലത്തെ ഒരു പാഷണ്ഡത, രണ്ട് പാഷണ്ഡതകളിലേക്ക് ശ്രദ്ധിക്കാം. ഒന്ന് പ്രൊട്ടസ്റ്റൻ്റ് നവീകരണമാണ്. മാർട്ടിൻ ലൂതർ കിങ് ആണ് പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം നടത്തുന്ന വ്യക്തി. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് ശ്ലൈഹികതയെ, സഭയുടെ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ ആധികാരികതയെ നിഷേധിക്കുക എന്നുള്ളതായിരുന്നു. മാർപ്പാപ്പയെയും അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന സഭാ സംവിധാനത്തെയും നിഷേധിക്കുക വഴി ശ്ലൈഹിക സഭയെ നിഷേധിച്ചു. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ 90-ലധികം ഉണ്ടായിരുന്നു. അദ്ദേഹം അവ കഴിഞ്ഞ സഹസ്രാബ്ദത്തിൻ്റെ മധ്യത്തിൽ ആവിഷ്കരിച്ചു. ഇതിൻ്റെ ഫലമായി യൂറോപ്പിലെ കത്തോലിക്ക സഭ നെടുകെ പിളർന്ന് അതിൻ്റെ വലിയൊരംശം പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് വഴിമാറിപ്പോയി. അങ്ങനെ അതൊരു വലിയ ശീശ്മയ്ക്ക് കാരണമായി തീരുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം വന്ന ട്രെൻറ്റ് സൂനഹദോസ് ഇത് ഈ ഒരു വാദത്തെ, പാഷണ്ഡതയെ നിരാകരിക്കുകയും സഭയിൽ ഒട്ടേറെ പുതുക്കലുകൾ വരുത്തുകയും അങ്ങനെ തികച്ചും പുതിയ ഒന്നായി സഭയെ മാറ്റുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. യഹോവ സാക്ഷികളാണ് മറ്റൊരു പാഷണ്ഡത വാദം മുന്നോട്ട് വെച്ചത്. അവർ ഈശോയുടെ ദൈവത്വം നിഷേധിക്കുക എന്ന മുമ്പ് നമ്മൾ പരാമർശിച്ച ചില പാഷണ്ഡതകളിലെ അതേ ആശയത്തെ പുനരാവിഷ്കരിച്ച ആധുനിക പതിപ്പുകളാണ്. അതും സ്വീകാര്യമല്ല. അവയും സഭ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തള്ളിക്കളയുന്നത് നാം കാണുന്നു. ഇങ്ങനെ പാഷണ്ഡതകൾ എല്ലാ കാലത്തും സഭയ്ക്ക് ആശയപരമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ പാഷണ്ഡതകൾ സഭയ്ക്കുള്ള വെല്ലുവിളികൾ ആണ് എന്ന് മാത്രമല്ല നാം കാണേണ്ടത്. പിതാവായ ദൈവത്തിൻ്റെ, ത്രിയേക ദൈവത്തിൻ്റെ വിപുലമായ പദ്ധതിയിലെ സഭയ്ക്കുള്ള സംരക്ഷണത്തിൻ്റെ പാതയായി തീരുകയാണ് യഥാർത്ഥത്തിൽ ഈ വെല്ലുവിളികൾ. കാരണം ഓരോ പാഷണ്ഡതയെക്കുറിച്ചും സൂനഹദോസുകൾ ചേർന്ന് സഭ സമഗ്രമായ കൂടിയാലോചനകൾ നടത്തി വളരെ ആധികാരികമായ ഔപചാരികമായ പഠനങ്ങൾ വിശ്വാസത്തെ സംബന്ധിച്ച് രൂപീകരിക്കുന്നതിലൂടെയാണ് നാം തുടക്കത്തിൽ പരാമർശിച്ചതുപോലെയുള്ള വളരെ വലിയ സർവ്വജീവിത സംബന്ധിയായ ഒരു സമഗ്ര ദർശനം കത്തോലിക്ക സഭയ്ക്ക് രൂപപ്പെടുന്നതിന് കാരണമായി തീർന്നത്. അങ്ങനെ പാഷണ്ഡതകളെന്ന വെല്ലുവിളി യഥാർത്ഥത്തിൽ സഭയ്ക്ക് ആധികാരികമായ പഠനങ്ങൾ രൂപപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ പാതയായി മാറുന്ന ദൈവിക പദ്ധതിയാണ് നാം ഇവിടെ കാണുന്നത്. ഇതിന് വഴിയായി തീർന്ന ചിലരുണ്ട്. അവരെ പല ഗണങ്ങളായി നമുക്ക് കാണാം. അവരെ വിശ്വാസ സംരക്ഷകരെന്ന് പൊതുവെ വിളിക്കും. അതിലൊന്നാമത്തെ വിഭാഗമാണ് അപ്പസ്തോലിക പിതാക്കന്മാർ. അപ്പസ്തോലിക് ഫാദേഴ്സ് എന്നറിയപ്പെടുന്ന അപ്പസ്തോലിക പിതാക്കന്മാർ ഈശോയുടെ ശിഷ്യന്മാരെ നേരിട്ട് കണ്ടവരോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടവരെ നേരിട്ട് പരിചയിക്കാൻ അവസരം കിട്ടിയവരോ ആയിരുന്നു. റോമിലെ വിശുദ്ധ ക്ലെമൻറ്റ്, വിശുദ്ധ ബർണബാസ്, വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ പോളിക്കാർപ്പ്, ഹിരാപ്പോളിസിലെ പപ്പിയാസ് എന്നിവരൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ കത്തുകളും ലേഖനങ്ങളും പ്രബോധനങ്ങളും എഴുതി അങ്ങനെ സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ പാഷണ്ഡതകൾക്കെതിരെ കത്തോലിക്ക സഭയെ, വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ച് നിലനിർത്തിയവരാണ്. അതുകൊണ്ട് അവർ സഭയുടെ പിതാക്കന്മാരെന്ന് തന്നെ അറിയപ്പെടുന്ന അപ്പസ്തോല പിതാക്കന്മാർ. അടുത്തൊരു വിഭാഗം വിശ്വാസ സംരക്ഷകർ എന്നറിയപ്പെടുന്നവരാണ്. അവരെ 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും ഭീഷണികൾക്കും എതിരെ ശക്തമായ നിലപാടെടുക്കുകയും പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്തവരാണ്. അവരുടെ കൃതികൾ ക്രിസ്തീയ വിശ്വാസത്തെ പിന്താങ്ങിക്കൊണ്ട് രചിക്കപ്പെട്ടവയായതുകൊണ്ട് അവയെ അപ്പോളജികൾ എന്നാണ് വിളിക്കുക. അപ്പോളജികൾ. ഈ അപ്പോളജികൾ എഴുതിയവർ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും മഹാസാമ്രാജ്യ സ്ഥാപകരുടെയും സാമ്രാട്ടുകളുടെയും മുമ്പിലും മുതൽ ഏത് ശക്തിയുടെയും മുമ്പിൽ നിവർന്നു നിന്ന് സത്യവിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. അതാണ് അവരുടെ പ്രസക്തി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു സത്യം, സത്യവിശ്വാസ സംരക്ഷകരിലൂടെ സഭയ്ക്കെതിരെ, സഭയുടെ അടിസ്ഥാന സത്യവിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ശീശ്മകളും പാഷണ്ഡതകളും മുട്ടുമടക്കുന്നതാണ് ചരിത്രം നൽകുന്ന കാഴ്ച. ഏറ്റവും വലിയ എതിർപ്പുകൾ, അപകടങ്ങൾ എന്ന് കരുതപ്പെടുന്നവ പോലും സത്യവിശ്വാസത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ആത്യന്തികമായി കാരണമായി തീരുന്ന പരിപാലനയെയാണ് നാം ശീശ്മകളിലും പാഷണ്ഡതകളിലും പോലും കാണുക. അതിന് വഴിയായി തീർന്നവരാണ് വിശ്വാസ സംരക്ഷകർ എന്ന് വിളിക്കപ്പെടുന്നവർ.
നമുക്ക് പ്രാർത്ഥനയോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കാം. സത്യവിശ്വാസ സംരക്ഷകരിലൂടെ സഭയുടെ സത്യവിശ്വാസത്തെ അനവരതം പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ദർശനങ്ങളിൽ സഭയുടെ ദർശനങ്ങളുടെ വെളിച്ചം ചേർത്ത് വയ്ക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.